പനയമ്പാടത്തെ അപകട വളവിൽ അപകടം നിയന്ത്രിക്കുന്നതിന് അല്ലെങ്കിൽ കുറയ്ക്കുന്നതിനൊക്കെ വേണ്ടിയുള്ള നടപടികൾ ഒരുക്കുകയാണ്. ഇപ്പോൾ താൽക്കാലിക സംവിധാനങ്ങളാണ് ഒരുക്കുന്നത്. അതിന്റെ ഭാഗമായി ഇപ്പോൾ ഡിവൈഡറുകൾ സ്ഥാപിക്കുന്നത് നമുക്ക് കാണാം. ഈ ഡിവൈഡറുകളിൽ വെള്ളം ഒഴിക്കാൻ ഫയർഫോഴ്സ് ഇപ്പോൾ വെള്ളം നിറച്ച് ഇത് പൂർണ്ണമായും ഒരുക്കുകയാണ്. ഇതാണ് ആദ്യഘട്ടമായി ഇവിടെ നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട അപകടം ഒഴിവാക്കാനുള്ള ഒരു നടപടി. അതോടൊപ്പം തന്നെ കൂടുതൽ പരിഹാര മാർഗങ്ങൾ വിദഗ്ധ സമിതി നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്ഥിരം മീഡിയേറ്റർ ഇതിന് ശേഷം സ്ഥാപിക്കും. റോഡിന്റെ മിനുസമുള്ള ഭാഗങ്ങൾ പരുക്കനാക്കും. കൂടുതൽ റോഡ് സ്റ്റണ്ടുകൾ സ്ഥാപിക്കും. സ്ലീപ്പർ ലൈനുകൾ നിർമ്മിക്കും. അങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള മാറ്റങ്ങളുണ്ട്. സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കാനുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ വളരെ പെട്ടെന്ന് ഇവിടെ നടപ്പാക്കേണ്ട മാറ്റങ്ങളിൽ പെടുന്ന കാര്യമാണ്. ഇത്തരത്തിലുള്ള പല പരിഷ്കാരങ്ങളാണ് ഈ ആദ്യഘട്ടത്തിൽ നടപ്പാക്കുക. പിന്നീട് ഇന്ന് ഈ വിദഗ്ധ സമിതി, ഇന്നലെ ഇവിടെ പരിശോധന നടത്തിയ വിദഗ്ധ സമിതി ഇന്ന് മീറ്റിങ്ങുകൾ ചേരും. അതിനുശേഷം നാളെ ഒരു റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇവിടെ വരുത്തേണ്ട ശാശ്വതമായ മാറ്റങ്ങൾ, എന്തൊക്കെ ശാശ്വതമായ മാറ്റങ്ങൾ വരുത്തണം, റോഡിന്റെ അലൈൻമെന്റിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ റിപ്പോർട്ട് നാളെ സമർപ്പിക്കും. പിന്നീട് സർക്കാരിന്റെ ഒരു വിലയിരുത്തലിന് ശേഷമായിരിക്കും അത് നടപ്പാക്കാനുള്ള പദ്ധതികൾ ആരംഭിക്കുക. ഈ ഡിവൈഡറൊക്കെ വെച്ച് കഴിഞ്ഞാൽ അപകടം കുറയും. ഈ പ്രദേശത്ത് അപകടം കുറയാൻ സാധ്യതയുണ്ട്. കാരണം പറഞ്ഞാൽ വണ്ടികൾക്ക് വളരെ സ്ലോവിലല്ലേ പോകാൻ സാധിക്കുള്ളൂ. മറ്റേത് ഒരു വണ്ടിനെ ഓവർടേക്ക് ചെയ്തു പോകുമ്പോൾ അവിടുന്ന് വരുന്ന വണ്ടിക്കാണ് ബുദ്ധിമുട്ട് വരുമ്പോഴാണ് ബ്രേക്കിൽ കാര്യം വയ്ക്കുമ്പോഴാണ് വണ്ടി തെന്നിപ്പോണത്. റോഡിന്റെ സംവിധാനം കൊണ്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. പെർമനന്റ് ഡിവൈഡർ മറ്റേത് വെക്കണം, സിമെന്റിന്റെ. ഇത് വണ്ടിക്കാർ വന്ന് അടിച്ചു കഴിഞ്ഞപ്പോൾ ഇതിപ്പോ ഇന്നലെ വൈകിട്ടൊക്കെ ഇത് ഇവിടെ ഇരുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പോലീസുകാർ ഫുള്ള് ഇവിടെ ഉണ്ടായിരുന്നു, പെട്രോളിംഗ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ വണ്ടിക്കാർ അടിച്ചു പോകുന്നത് എന്തായാലും. ഒന്നാമത് ഈ റോഡിന്റെ അലൈൻമെന്റേ ശരിയല്ല, അലൈൻമെന്റേ തെറ്റാണ്. ഫസ്റ്റ് അവിടുന്ന് ഇത് ആ ടേണിംഗ് എല്ലാം നൂർത്തി വരേണ്ടതാണ്. അതൊന്നും ചെയ്യാതെ എന്താ പറയുക, അങ്ങനത്തെ അവസ്ഥയാണ്. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള താൽക്കാലിക പരിഹാരത്തിന് വേണ്ടിയുള്ള മുൻകരുതലുകളാണ് ഇവിടെ സ്വീകരിക്കുന്നത്. കൂടുതൽ ബോർഡുകൾ സ്ഥാപിക്കുക, അത്തരത്തിലുള്ള നടപടികളാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇതൊക്കെ കാണുമ്പോഴും നമുക്ക് തോന്നുന്നത്, മനസ്സിൽ എനിക്കിപ്പോൾ തോന്നുന്ന, ഒരു 4 ദിവസം മുൻപ് ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ 4 കുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞേനെ എന്നാണ്. മൽഗോഷി മോഹനൊപ്പം ഗോകുൽ വി എസ്, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.